ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടുമുറ്റത്ത് ചെറിയ ചെറിയ ചെടികളും പൂക്കളും ഒക്കെയാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്ന അച്ഛനാണ് ഇതിൻ്റെ എല്ലാ പരിചരണവും നടത്തുന്നത്. ഞാനോ അമ്മയോ അനിയനോ ഇതിൻ്റെ ഭാഗത്ത് അങ്ങനെ പോകാറില്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ നടുന്നത് മുതൽ ലാസ്റ്റ് പൂവിടുന്ന വരെയുള്ള കാര്യങ്ങൾ എൻ്റെ അച്ഛൻ ശ്രദ്ധിച്ചോളും. അതിന് വേറെ ആരും അതിൻ്റെ ബാക്കിൽ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റയ്ക്ക് പണിയെടുത്ത് നടന്നോളൂ കേട്ടോ. പൂവാണെങ്കിൽ നമ്മളെക്കാട്ടും ഇഷ്ടം ചിലപ്പം ചെടികളോടാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് അച്ഛൻ്റെ കളി കണ്ട് അങ്ങനെ തോന്നും. നമുക്ക് എന്തെങ്കിലും പറ്റിയ അച്ഛൻ സാരമില്ല, തുടച്ച് കളഞ്ഞ് അല്ലെങ്കിൽ മരുന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞ രീതിയിൽ പോവും. ചെടിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മുഖം മാറും കേട്ടോ. സാധാരണ നമ്മൾ വേറെ വീടുകളിലൊക്കെ പോയാൽ അവിടുത്തെ ആൾക്കാരോട് കണ്ട് സംസാരിക്കുക ചെയ്യുക. എൻ്റെ അച്ഛൻ അങ്ങനെയല്ല, നേരെ ചെടിയുടെ ഭാഗത്ത് പോവും. അച്ഛനില്ലാത്ത എന്തെങ്കിലും ചെടി ഉണ്ടെങ്കിൽ അത് അവരോട് ചോദിച്ച് വാങ്ങും. ആ ചെടി തരണം കേട്ടോ ആദ്യമേ പറഞ്ഞു വെക്കും. അച്ഛൻ അറിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ ചെടീനെ കൊണ്ടുണ്ടെങ്കിൽ പിന്നെ അവരെ വിടുകയില്ല. ആ ചെടീനെ കൊണ്ട് അച്ഛൻ അത് പറഞ്ഞ് മുഴുവിപ്പിച്ചിട്ടേ അവിടെ നിന്ന് അവരെ വിടുകയുള്ളൂ. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ. ഇത് വീട്ടിൻ്റെ സിറ്റ് ഔട്ടാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ ഇതുവരെ മനുഷ്യന്മാരിരിക്കുന്ന എൻ്റെ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. മൊത്തം ചെടികളാണ്. ഇത് മേലത്തെ സിറ്റ് ഔട്ടാണ്. മേലത്തെ സിറ്റ് ഔട്ടിൽ ഇതേ അവസ്ഥയാണ്. ഒരേ ടൈപ്പിലുള്ള എല്ലാ ചെടികളും ഇങ്ങനെ നിരത്തി വെക്കും. ആദ്യം ഇവിടെ റോസിനായിരുന്നു സ്ഥാനം. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. റോസൊക്കെ ഇപ്പം താഴെയാണ്. റോസിനൊക്കെ എൻ്റെ അച്ഛൻ പിടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ഇനി വേറെ സ്റ്റെപ്പ്, അതായത് വീട്ടിൽ നിന്ന് നേരെ കയറി വരുന്ന സ്റ്റെപ്പിൽ നിറച്ചും ചെടിയാണ്. എൻ്റെ അനിയൻ ഈ ഒരു സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത് കാട് എന്നാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു മിനി കാട് തന്നെയാണ്. എല്ലാ ഇലകളും ഇവിടെ ഉണ്ട് കേട്ടോ. പല ടൈപ്പിലുള്ള ഇലകളുണ്ട്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് ബാംഗ്ലൂരേക്കാണ് കേട്ടോ. കോഴ്സ് സ്റ്റാർട്ടായി, അല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ടായി. നല്ല പനിയാണ്. എനിക്കിങ്ങനെ പനിയുള്ള സമയത്തൊക്കെ ചോളമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോളം കഴിച്ച് ഒരു ടിക്ടാക്കും കഴിച്ചിട്ട് നേരെ ഞാൻ പോയത് കോളേജിലേക്കാണ്. ഒരു ബ്ലൈൻഡാണ് കേട്ടോ ഈ ക്ലാസ് എടുക്കുന്ന ആൾ. അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരുവിധ യാത്രാക്ഷണമൊക്കെ ആയി തിരിച്ചു